ഈ ആദ്യകാലങ്ങളിൽ ഈ പെങ്കൊച്ചു പറയുന്നത് എനിക്കിതിനെ കാണുന്നത് തന്നെ അലർജിയാണ്. അവസാന ഒരു വാക്കാണ് നീ എന്നെ ഇഷ്ടമാണെന്ന് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി. ഗതികേടിന് ഈ പെണ്ണ് അവസാനം പറഞ്ഞു എനിക്ക് തന്നെ ഇഷ്ടമാണ്. അത് റെക്കോർഡ് ചെയ്ത് നാട് മുഴുവൻ അയച്ചിട്ട് അതിന്റെ മേൽ അവകാശം വെച്ചിട്ട് ഇപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നെ ഇഷ്ടമാണ്. ഓക്കെ, ചില കാര്യങ്ങളോട് നമ്മൾ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ അടിമയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് ബെന്യാമീനത്തിന് ഉദാഹരണം പറഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളോട് നമ്മൾ കോംപ്രമൈസ് ചെയ്താൽ നിങ്ങൾ പിന്നെ അതിന്റെ അടിമയാണ്. എല്ലാവരും കുടിക്കുന്ന സമയത്ത് നല്ല നല്ല ബ്രാൻഡ് കുടിക്കുന്ന സമയത്ത് ഒരു തുള്ളി വീഞ്ഞ് കുടിച്ചാൽ മതി, ഞങ്ങളുടെ മധ്യത്തിൽ കുടിച്ചാൽ മതി. നീ അതൊന്നും വേണ്ട. അല്ലെങ്കിൽ പറഞ്ഞതുപോലെയാണ്, നീ ഞങ്ങളുടെ മുമ്പിൽ അഭിനയിച്ചിട്ട് എല്ലാവരുടെ മുമ്പിൽ ഇരുന്ന് അഭിനയിച്ചിട്ട് ഒരല്പം കുടിക്കുന്നത് പോലെ കാണിച്ച് എല്ലാവരുടെ മുമ്പിൽ ഇത് ഫോട്ടോ എടുത്ത് അയച്ചു കഴിഞ്ഞപ്പോൾ നാട്ടിലുള്ളവരെല്ലാവരും പറയുന്നത് അവൻ കുടിയനായിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഈ കോംപ്രമൈസ് പാടില്ല. ജീവിതത്തിൽ ചില കാര്യങ്ങളോട് നോ എന്ന് പറയേണ്ട സ്ഥലത്ത് നോ എന്ന് പറഞ്ഞേ പറ്റും. ആത്മീയ വളർച്ചയും അതിന്റെ പരിണിത ഫലങ്ങളെ കുറിച്ച് വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള സാർദീസിലെ സഭയുടെ ദൂതന് എഴുതുന്നത്, ദൈവത്തിന്റെ സപ്താത്മാക്കളും സപ്തതാരങ്ങളുമായിരിക്കുവാൻ പറയുന്നു, നിന്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു. ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് നിന്നെ കുറിച്ച് പറയുന്നത്, പക്ഷെ നീ മൃതനാണ്. ഉണരുക, നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. എന്നാൽ എന്റെ ദൈവത്തിന്റെ മുമ്പിൽ നിന്റെ പ്രവൃത്തികൾ പൂർണ്ണമായും നിർവഹിക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് നീ സ്വീകരിച്ചതും കേട്ടതും എന്നനുസ്മരിച്ച് അത് കാത്തു സൂക്ഷിക്കുകയും അനുദപിക്കുകയും ചെയ്യുക. നീ ഉണരുന്നില്ലെങ്കിൽ ഞാൻ കടനെ പോലെ വരും. ഏത് സമയത്താണ് ഞാൻ നിന്നെ വിടുകൂടുകയെന്ന് നീ അറിയുന്നില്ല. എന്നാൽ വസ്ത്രങ്ങൾ മലിനരാക്കിയിട്ടില്ലാത്തവരായി കുറെ പേർ സാർദീസിൽ നിലക്കുണ്ട്. അവർ ധവള വസ്ത്രധാരികളായി എന്റെ കൂടെ നടക്കും. അവർ അതിന് യോഗ്യരാണ്. വിജയം ഭരിക്കുന്നവനെ വെള്ള വസ്ത്രം ധരിപ്പിക്കും. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവന്റെ നാമം ഒരിക്കൽ മായ്ച്ചു കളയുകയില്ല. എന്റെ പിതാവിന്റെയും അവിടുത്തെ ദൂതന്മാരുടെയും സന്നിധിയിൽ അവന്റെ നാമം ഞാൻ ഏറ്റുപറയും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവർ കേൾക്കട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്നിട്ട് കൂടി നമുക്ക് ഈ വചനം ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ മാനസാന്തരത്തിന്റെ വിശുദ്ധീകരണത്തിന് കാരണമായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവുകയുടെ സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങനെ നിരന്തരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഇവിടെ യോഹന്നാൻ ശ്ലീഹായുടെ 7 കത്തുകളിലെ ഒരു കത്ത് ഈ സാർദീസിലെ സഭയ്ക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്ന കത്താണ്. ഈ കത്തില് ഈ സഭയുടെ ആത്മീയ സ്ഥിതിയെ കുറിച്ച് വ്യക്തമായിട്ട് യോഹന്നാൻ ശ്ലീഹ എഴുതിയിരിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട വചനം ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് നിന്നെ കുറിച്ച് പറയുന്നത്, പക്ഷേ നീ മൃതനാണ്. ഹല്ലേലൂയ. ഇതാണ് ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് നിന്നെ കുറിച്ച് പറയുന്നത്, എന്നാൽ നീ മൃതനാണ്. നമ്മളെ കുറിച്ച് പറയാത്ത ഒരു വചനമാണ്. ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് നമ്മളെ കുറിച്ച് പറയുന്നത്, എന്നാൽ നീ മൃതനാണ്. ഇത് ഈ സഭയിൽ ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകതയാണ്. പൗലോസ് ശ്ലീഹ യോഹന്നാൻ ശ്ലീഹ എഴുതിയ ഈ കത്ത് എഴുതിയിരിക്കുന്ന സ്ഥലം വളരെ ഉയരം വന്ന സ്ഥലമാണ്. 1500 അടി മുകളിലുള്ള ഒരു പാറക്കെട്ടുകളുടെ മുകളിൽ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. 1500 അടിയോളം മുകളില് പാറക്കെട്ടുകളുടെ മുകളിൽ കിടക്കുന്ന ഒരു പട്ടണമാണ്. ഈ പട്ടണത്തിലേക്ക് ആർക്കും പെട്ടെന്ന് കടന്നു ചെല്ലാനൊന്നും പറ്റത്തില്ല. അങ്ങനെ വളരെ ശക്തമായ ഒരു സ്ഥലമാണ്. വളരെ സാമ്പത്തിക അഭിവൃദ്ധിയുള്ള സ്ഥലമാണ്. അങ്ങനെ സാമ്പത്തിക അഭിവൃദ്ധിയും സുരക്ഷിതത്വമുള്ള ഈ സ്ഥലത്തിന് കാലക്രമത്തിന് ഇവിടെയുള്ള ആളുകൾക്കൊക്കെ ഈ അഹങ്കാരം വർദ്ധിച്ചു. അവര് മനസ്സിലിങ്ങനെ വിചാരിച്ചു, ഞങ്ങളെ ആർക്കും കീഴടക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഈ സാമ്പത്തിക മേഖലയിൽ അഭിവൃദ്ധി ഉണ്ടാവുകയും ജീവിതത്തിലെ സ്വാധീനങ്ങൾ വർദ്ധിക്കുകയും ഏതെങ്കിലുമൊക്കെ ഒരു ഉയർന്ന നിലയിൽ എത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതേ അരൂപി നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കാൻ പറ്റും. എന്നെ ആർക്കും നശിപ്പിക്കാൻ പറ്റില്ല, എന്നെ ആർക്കും കീഴടക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ ഒരു അരൂപി വളരെ ശക്തമായിട്ട് നിന്നിരുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങളെ ആർക്കും കീഴടക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ സഭയെ കുറിച്ച് പറയുന്നത്
ഈ സ്ഥലത്തെ കുറിച്ച് പറയുന്നത് 3 പ്രാവശ്യം ഈ പട്ടണം നശിച്ചു. 2 പ്രാവശ്യം ശത്രുക്കൾ ഈ പട്ടണത്തെ കീഴടക്കി. ഒന്നാമത്തത് BC 545 പേർഷ്യൻ രാജാവായ സൈറസ് ഈ പട്ടണം കീഴടക്കി. രണ്ടാമത്തത് BC 195 അന്ത്യോക്യസ് മൂന്നാമൻ സിറിയയിലെ രാജാവ് ഈ പട്ടണത്തെ കീഴടക്കി. അപ്പോൾ ഈ പട്ടണത്തെ ഇത്രയും ഉയരത്തിലുള്ള പാറക്കെട്ടുകളുടെ മുകളിലുള്ള നല്ല സംവിധാനങ്ങളുള്ള ഈ പട്ടണത്തെ കീഴടക്കാൻ കാരണം ഇവിടുത്തെ പടയാളികളെല്ലാം ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്. അതുകൊണ്ടാണ് ഒരു വചനം എഴുതിയിരിക്കുന്നത്, ജീവിച്ചിരിക്കുന്നവൻ എന്ന് നിന്നെ കുറിച്ച് പറയുക, എന്നാൽ നീ മൃതനാണ്, ഉണരുക. ഹല്ലേലൂയ. ഈ ഉറങ്ങിക്കിടന്ന സമയത്ത് പട്ടാളക്കാരും എല്ലാവരും ഒക്കെ ഉറങ്ങിക്കിടന്ന സമയത്ത് ഈ പട്ടണത്തെ ശത്രുക്കൾ കീഴടക്കി നശിപ്പിച്ചു. അങ്ങനെ 2 പ്രാവശ്യം കീഴടക്കി. മൂന്നാമത് AD 17 ഭൂകമ്പത്തിൽ ഈ പട്ടണം തകർന്നു. ഇത് വലിയൊരു ആത്മീയ രഹസ്യമായിട്ട് യോഹന്നാൻ ശ്ലീഹ നമ്മളെ ഓർപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഈ ഉറങ്ങിപ്പോകുന്ന ഒരു സമയമുണ്ട്. സാധാരണമായ രീതിയിലുള്ള ഉറക്കമല്ല. അതുകൊണ്ട് ബൈബിളില് ഈ കളകളുടെ ഉപമകളില് ഈ ഉറക്കം പിടിച്ചിരിക്കുന്ന സമയത്താണ് ശത്രുവായ പിശാച് വന്ന് ഈ നല്ല വിത്തുകൾ വിതച്ച സ്ഥലത്ത് കളകൾ വിതച്ചത്. ഹല്ലേലൂയ. നമ്മൾ ഈ ഉറക്കം എന്ന് പറയുന്നത് ആത്മീയ ജീവിതത്തിലെ അലസതയാണ്. സ്വന്തം തകർച്ചയും വീഴ്ചയും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. സ്വന്തം കുറവുകളും സ്വന്തം വീഴ്ചകളും തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥ എന്ന് പറയുന്നത് ഉറക്കം തന്നെയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ആത്മശോധന ചെയ്യണം. പലരും ഒക്കെ ഇന്ന് ജീവിതത്തിൽ ഭൗതികമായിട്ട് നല്ല ഉയർന്ന നിലയിൽ എത്തിയിരിക്കുന്നു, നല്ല ഉയർച്ചയിൽ എത്തിയിരിക്കുന്നു, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായി, മക്കളൊക്കെ നല്ല നിലയിലെത്തി, നല്ല സുരക്ഷിതമായ അവസ്ഥയിൽ ഇരിക്കുന്നു. ഇത് പലപ്പോഴും ആത്മീയ മേഖലയിലുള്ള നമ്മുടെ തീഷ്ണതയെ കെടുത്തിക്കളയാനായിട്ട് സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ഭൗതിക മേഖലയിലുള്ള ഉയർച്ചയും സാമ്പത്തിക മേഖലയിലുള്ള അഭിവൃദ്ധിയും സുരക്ഷിതത്വം ഒക്കെ പലപ്പോഴും ആത്മീയ മേഖല തകരാനായിട്ടിടയായി. ഈ സാർദീസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വളരെ നാമമാത്ര ക്രിസ്ത്യാനികളെ ഉള്ളൂ, വളരെ നാമമാത്ര വിശ്വാസികൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും വിശ്വാസത്തേക്ക് മാറിയവരാണ്. അവര് പണത്തെ സ്നേഹിച്ച് സ്വന്തം സുരക്ഷിതത്തിന്റെ പിന്നാലിൽ അടിയറച്ച് ആശ്രയിച്ച് സ്വന്തം ശക്തിയിൽ വിശ്വസിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീടാണ് ഒന്നും അറിയാതെ വളരെ നിമിഷ നേരം കൊണ്ടാണ് തകർന്നു പോയത്. ഹല്ലേലൂയ. പല കുടുംബങ്ങളും ഇതുപോലെ തന്നെയാണ്, പല ജീവിതങ്ങളും ഇങ്ങനെയാണ്. രക്ഷപ്പെട്ടു, ഇനി ആരെയും പേടിക്കണ്ട, ഇനി ഒന്നും ഭയപ്പെടേണ്ട എന്ന് വിചാരിക്കുന്ന സമയത്താണ് വീഴ്ച സംഭവിക്കുന്നത്. നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ആത്മീയ ജീവിതത്തെ കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിച്ചിട്ടില്ല എങ്കിൽ, നമ്മുടെ ആത്മീയ സ്ഥിതിയെ കുറിച്ച്, ആത്മീയ മേഖലയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം തകർന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ വിശ്വാസ ജീവിതം തകർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നമ്മളെ കാത്തിരിക്കുന്ന ഒരു അപകടമുണ്ട്. ഹല്ലേലൂയ. ഈ സാർദീസിലെ സഭ നമുക്ക് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഓർമ്മയാണ്, നിങ്ങൾ ആത്മീയ മേഖലയിൽ ഗൗരവത്തോടു കൂടി ചിന്തിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ കുറിച്ച് വില കൊടുത്ത് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ കാത്തിരിക്കുന്നത് വലിയൊരു തകർച്ചയാണ്. അത് ഉയർത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ഈ ദൈവത്തിൽ ആശ്രയിക്കുന്നവരുമുണ്ട്, മനുഷ്യരിൽ ആശ്രയിക്കുന്നവരുണ്ട്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 2 വചനങ്ങൾ ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളവരുണ്ട്. ഒന്ന് 17-ാം അധ്യായം, യെരമ്യാ 17:5. മനുഷ്യരിൽ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബമാക്കി കർത്താവിൽ നിന്ന് തിരിയുന്നവൻ ശപിക്കപ്പെട്ടവൻ. വായിക്കാവോ? യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 5-ാമത്തെ തിരുവചനം. യെരമ്യാ 17:5. കർത്താവ് അരുളിച്ചെയ്യുന്നു, മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയത്തിരിക്കുന്നവൻ ശക്തൻ. അതായത് മനുഷ്യരിൽ ആശ്രയിക്കുകയും, നമ്മൾക്ക് ചില ബന്ധങ്ങളായിട്ട് വലുത്, ചില വ്യക്തികളാ വലുത്. മനുഷ്യരിൽ ആശ്രയിക്കുകയും
സ്വന്തം ശരീരശക്തിയിൽ, സ്വന്തം ശരീരശക്തി എന്ന് പറഞ്ഞാൽ പണത്തിൽ, ഭൗതിക മേഖലയിലുള്ള ഉയർച്ചയിൽ ആശ്രയിച്ച് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഹല്ലേലൂയ. ഹൃദയം ദൈവത്തിൽ നിന്ന് മാറിപ്പോകുന്നത് ഈ പണത്തിൽ ആശ്രയിക്കുകയും മനുഷ്യരിൽ ആശ്രയിക്കുകയും ചെയ്യപ്പെടാം. വീണ്ടും ആ ജെറമ്യാ 17:7 വചനം വായിച്ചേ. കർത്താവിൽ അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ, അതായത് കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. ഈ ദൈവത്തിൽ ആശ്രയിക്കുന്നവരുമുണ്ട്, മനുഷ്യരിൽ ആശ്രയിക്കുന്നവരുമുണ്ട്. നമ്മൾ ആത്മശോധന ചെയ്യണം. ജീവിതത്തിന്റെ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഞാൻ ദൈവത്തെ ആശ്രയിക്കുന്ന വ്യക്തിയാണോ, മനുഷ്യരെ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണോ? ഹല്ലേലൂയ. ചെന്ന് പറഞ്ഞു ഹല്ലേലൂയ. ഈശോ ശിമയോൻ പത്രോസിനോട് പറയുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 16-18 വചനങ്ങൾ. പത്രോസെ, നീ പാറയാണ്, അല്ലെ, പാറമേ ഞാൻ എന്റെ ഭവനം പണിയും. ഈ പാറയിലുള്ള ഭവനത്തിന് ഒരു പ്രത്യേകതയുണ്ട്, അല്ലെ. ബൈബിളില് മത്തായിയുടെ സുവിശേഷം 7:24 പ്രകാരം എഴുതിയിട്ടുണ്ട്, എന്റെ വചനം അനുസരിക്കുകയും. മത്തായി 7:24. ഈ ദൈവം എന്തുകൊണ്ടാണ് ശിമയോൻ പത്രോസിനെ പാറ എന്ന് വിളിക്കപ്പെടാൻ കാരണം? നമ്മൾ ചില ആൾക്കാർ പാറ വെക്കുക എന്ന് പറയാറുണ്ട്, അതല്ല, ഇത് പാറ എന്ന് ശിമയോൻ പത്രോസിനെ വിളിക്കുന്നത്. എന്റെ ഈ വചനം അനുസരിക്കുകയും അവർ അനുസരിക്കുകയും ചെയ്യുന്നവർ ഭവനം പണിത വിവേകബുദ്ധിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റുകൂടി, അത് ഭവനത്തിന്റെ ആഞ്ഞടിച്ചു, ശ്രദ്ധിച്ചേ. അതായത് ഈ പാറമേൽ അടിസ്ഥാനമിട്ട ഭവനത്തിന്റെ പ്രത്യേകത, പാറമേൽ അടിസ്ഥാനമിട്ട ഭവനം എന്ന് പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ പാറമേൽ അടിസ്ഥാനമിട്ട ഭവനത്തിന്റെ പ്രത്യേകത ഒന്ന് വചനം അനുസരിച്ച് ജീവിക്കുക. നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നവരായിത്തീരുക. പാറമേൽ അടിസ്ഥാനമിട്ട ഭവനം എന്ന് പറയുന്നത് വചനം അനുസരിച്ച് ജീവിക്കുക. രണ്ടാമത്തത് പ്രമാണങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക. മൂന്നാമത്തത് ഈ നിത്യജീവിതത്തിന് വില കൊടുത്ത് ജീവിക്കുക. ഈ 3 കാര്യങ്ങളും ഉള്ള ഒരു വ്യക്തിക്ക് പറയുന്ന പേരാണ് പാറമേൽ ഭവനം പണിത വ്യക്തി. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്താണ്? ഒന്നാമത് വചനം അനുസരിച്ച് ജീവിക്കുക. ദൈവവചനത്തിൽ ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിലെന്താണ്? ഉദാഹരണത്തിന് സെഫാനിയ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ, സെഫാനിയയുടെ പുസ്തകത്തില് 1-ാമത്തെ അധ്യായം, സെഫാനിയയുടെ പുസ്തകം, സെഫാനിയ പ്രവാചകന്റെ പുസ്തകത്തിലെ 1-ാമത്തെ അധ്യായത്തില് ഒരു വചനം വളരെ ശക്തമായ ഒരു വചനമാണ്. സെഫാനിയയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം, സെഫാനിയയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 12-ാമത്തെ തിരുവചനം. അന്ന് ഞാൻ ജെറുസലേമിനെ വിളക്കുമായി വന്ന് പരിശോധിക്കും. കർത്താവ് നന്മയോ തിന്മയോ ചെയ്യുകയില്ല എന്ന് ആത്മഗതം ചെയ്ത് വീഞ്ഞിന്റെ മട്ടിൽ കിടന്ന് ചീർക്കുന്നവരെ ഞാൻ ശിക്ഷിക്കും. ഹല്ലേലൂയ. എന്ത് ചെയ്താലും ദൈവം ശിക്ഷിക്കുകയല്ല, അല്ലെ. കർത്താവ് നന്മയോ തിന്മയോ ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് ആത്മഗതം ചെയ്ത് വീഞ്ഞിന്റെ മട്ടിൽ കിടന്ന് ചീർക്കുന്നവരെ ഞാൻ ശിക്ഷിക്കും. അവരുടെ വസ്തുവകൾ കവർച്ച ചെയ്യപ്പെടും, അവരുടെ ഭവനങ്ങൾ ശൂന്യമാകും. അവർ വീട് പണിയുമെങ്കിലും അതിൽ വസിക്കുകയില്ല. അവർ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുമെങ്കിലും അതിൽ നിന്ന് വീഞ്ഞ് കുടിക്കുകയുമില്ല. ഹല്ലേലൂയ. അപ്പൊ ദൈവം ഒന്നും ചെയ്യല്ല. എന്ത് തിന്മ ചെയ്താലും, ജീവിതത്തിൽ എത്ര തെറ്റ്, എത്ര വഴിതെറ്റി ജീവിച്ചാലും ദൈവം ഇതൊന്നും കാണുകയില്ല. ഈ മനോഭാവത്തോടു കൂടി ജീവിക്കുന്നവരെ ഞാൻ ശിക്ഷിക്കുമെന്ന് കർത്താവ് പറയാം. നേരത്തെ വചനം കേട്ടോ. അതായത് പാറമേൽ അടിസ്ഥാനമിട്ട ഭവനം എന്ന് പറയുന്നത് ഒന്നാമത്തത് വചനം അനുസരിച്ച് ജീവിക്കുക, രണ്ടാമത് കർത്താവിന്റെ പ്രമാണം അനുസരിച്ച് ജീവിക്കുക, മൂന്നാമത്തത് നിത്യജീവിതത്തിന് വില കൊടുത്ത് ജീവിക്കുക. ഹല്ലേലൂയ. ഈ 3 കാര്യമുള്ള ഒരു വ്യക്തിയാണ് പാറമേൽ അടിസ്ഥാനമായ വ്യക്തി എന്ന് പറയുന്നത്. അപ്പൊ ഈശോ മിശിഹ ശിമയോൻ പത്രോസിനോട് പറയാണ്, ശിമയോനെ, നീ പാറ എന്ന് വിളിക്കപ്പെടും. ആ പാറമേ ഞാൻ എന്റെ ഭവനം പണിയും. നരക കവാടങ്ങൾ പിശാചിന് കീഴടക്കാൻ പറ്റില്ല. ആരെ? വചനം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയെ, പ്രമാണം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയെ, നിത്യജീവിതത്തിന് വില കൊടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയെ പിശാചിന് പൂർണ്ണമായിട്ട് കീഴടക്കാൻ പറ്റിയല്ല. പിശാചിന് പ്രലോഭനം ഉണ്ടാക്കിയാലും, പിശാച് പല രീതിയിൽ അവരെ കീഴടക്കാൻ ശ്രമിച്ചാലും, ഇങ്ങനെ പാറയിൽ അടിസ്ഥാനമിട്ട വ്യക്തി, വചനം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തി, പ്രമാണങ്ങൾ പാലിക്കുന്ന വ്യക്തി,
അതോടൊപ്പം നിത്യജീവിതത്തിന് വില കൊടുക്കുന്ന ഒരു വ്യക്തിയെ പിശാചിന് പൂർണ്ണമായിട്ട് കീഴടക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. ജീവിതത്തിൽ ചില കാര്യങ്ങളോട് നോ പറയണം. അത് ഇന്ന് ഈ ഏപ്രിൽ മാസത്തിലെ ശാലോ മാസിക വായിച്ചവരുണ്ടോ? ഈ ബെന്നി പുന്നത്ര അതിന്റെ ആർട്ടിക്കിൾ തുടങ്ങുന്നത് എങ്ങനെയാണ്? അദ്ദേഹം ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണ്. അതായത് ഈ മഴക്കാലത്ത് അദ്ദേഹം വീടിന്റെ അവിടെ നിൽക്കുന്ന സമയത്ത്, മഴ പെയ്ത് ഇങ്ങനെ അസഹ്യമായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു പട്ടി അതിന്റെ അടുക്ക് വന്ന് അവിടെ വീടിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ കിടക്കുകയാണ്, ഇങ്ങനെ വളച്ചിങ്ങനെ നിൽക്കുക. അപ്പൊ ഇതിനോടൊരു അനുകമ്പ തോന്നി ഇതിന് കുറച്ച് ഭക്ഷണം കൊടുത്തു. അങ്ങനെ പിറ്റേ ദിവസം കൊടുത്തു. മഴ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ പട്ടി മാത്രമല്ല 6-7 പട്ടികളോടെ ഒന്ന് കിടക്കാൻ പോകും. ഇതിനെ അടിച്ചാലും ഓടിയല്ല, ഇതിനെ കല്ലെറിഞ്ഞാലും ഓടിയല്ല. എന്നിട്ട് ഈ ബെന്നി പുന്നത്ര പറയുന്ന ഒരു കാര്യമുണ്ട്, ജീവിതത്തില് നമ്മളും കഠിന ഹൃദയരായിത്തീരും. എന്തിനോടെ കഠിന ഹൃദയരായിത്തീരുന്നത്? ചില പാപത്തിന്റെ സാഹചര്യങ്ങളോട് നോ പറയണം. ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, നിന്റെ കണ്ണ് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ പറഞ്ഞോണ്ടാ മതി. നിന്റെ കൈ ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നുണ്ടെങ്കിൽ വെട്ടിക്കളയുക. എന്തുകൊണ്ട് ഇങ്ങനെ പറയാൻ കാരണം? ഒരിക്കലും ഈ പാപത്തിനോട് കോംപ്രമൈസ് ചെയ്യരുത്. ഹല്ലേലൂയ. ഇതൊരു വലിയൊരു പ്രലോഭനമാണ്. അല്ലെങ്കിൽ ഒരു ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ എനിക്കൊരാളെ ഇഷ്ടമാണ്, അത് കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് എൻ്റെ അടുത്തൊരു വന്നാണ്, അവൻ ഒരൊറ്റ കാര്യം പറഞ്ഞോളൂ, നീ എന്നോടൊന്ന് ഇഷ്ടമാണെന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, പിന്നെ ഞാൻ വിളിക്കുകയല്ലേ. ഇഷ്ടമാണെന്നൊരു വാക്ക് എല്ലാ ദിവസവും വിളിക്കുക. ഈ ആദ്യകാലങ്ങളിൽ ഈ പെങ്കൊച്ച് പറയുന്നത് എനിക്കിതിനെ കാണുന്നത് തന്നെ അലർജിയാണ്. അവസാന ഒരു വാക്കാണ്, നീ എന്നെ ഇഷ്ടമാണെന്ന് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി. ഗതികേടിന് ഈ പെണ്ണ് അവസാനം പറഞ്ഞു എനിക്ക് തന്നെ ഇഷ്ടമാണ്. അത് റെക്കോർഡ് ചെയ്ത് നാട് മുഴുവൻ അയച്ചിട്ട് അതിന്റെ മേൽ അവകാശം വെച്ചത് ഇപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നെ ഇഷ്ടമാണ്. ഓക്കെ, ചില കാര്യങ്ങളോട് നമ്മൾ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ അടിമയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ഒരു ഉദാഹരണം പറഞ്ഞിട്ട്, ബെന്നി പുന്നത്ര ഉദാഹരണം പറഞ്ഞിട്ട്, നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളോട് നമ്മൾ കോംപ്രമൈസ് ചെയ്താൽ നിങ്ങൾ പിന്നെ അതിന്റെ അടിമയാണ്. എല്ലാവരും കുടിക്കുന്ന സമയത്ത് നല്ല നല്ല ബ്രാൻഡ് കുടിക്കുന്ന സമയത്ത് ഒരു തുള്ളി വീഞ്ഞ് കുടിച്ചാൽ മതി, ഞങ്ങളുടെ മധ്യത്തിൽ കുടിച്ചാൽ മതി. നീ അതൊന്നും വേണ്ട. അല്ലെങ്കിൽ പറഞ്ഞതുപോലെയാണ്, നീ ഞങ്ങളുടെ മുമ്പിൽ അഭിനയിച്ചിട്ട്, എല്ലാവരുടെ മുമ്പിൽ ഇരുന്ന് അഭിനയിച്ചിട്ട് ഒരല്പം കുടിക്കുന്നത് പോലെ കാണിച്ച് എല്ലാവരുടെ മുമ്പിൽ ഇത് ഫോട്ടോ എടുത്ത് അയച്ചു കഴിഞ്ഞപ്പോൾ നാട്ടിലുള്ളവരെല്ലാവരും പറയുന്നില്ല അവൻ കുടിയനായിട്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഈ കോംപ്രമൈസ് പാടില്ല. ജീവിതത്തിൽ ചില കാര്യങ്ങളോട് നോ എന്ന് പറയേണ്ട സ്ഥലത്ത് നോ എന്ന് പറഞ്ഞേ പറ്റും. ഉപേക്ഷിക്കേണ്ട ചില സ്ഥലത്ത് നിൽക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളുണ്ട്, ചെന്ന് പെടാൻ പാടില്ലാത്ത സ്ഥലങ്ങളുണ്ട്, നിൽക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളുണ്ട്. ഹല്ലേലൂയ. ചെന്ന് പറഞ്ഞ ഹല്ലേലൂയ. ഏലിയാസറിനോട്, മക്കമാരുടെ പുസ്തകത്തിന്റെ ഏലിയാസറിനോട്, വൃദ്ധനായ 90 വയസ്സുള്ള ഏലിയാസറിനെ പന്നിമാംസം ഭക്ഷിക്കാനായിട്ട് നിർബന്ധിക്കുമ്പോൾ ഏലിയാസറിനോട് ഇഷ്ടമുള്ളവർ പറഞ്ഞു, നീ ഒന്ന് കഴിച്ചാൽ മതി, പന്നിമാംസമല്ല ഞങ്ങൾ നിനക്ക് തരുന്നത്, വേറെ മാംസം തരാം, പക്ഷെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പന്നിമാംസമായിട്ട് നീ കഴിച്ചാൽ മതി എന്ന് ഏലിയാസർ പറഞ്ഞ മറുപടി ഉണ്ട്. എന്തിനാ ഇങ്ങനെ ജീവിക്കുന്ന? എല്ലാവരുടെയും മുമ്പിൽ 90-ാമത്തെ വയസ്സിൽ ഏലിയാസർ ദൈവത്തെ തള്ളി പറഞ്ഞുവെന്ന് നാളെ ആൾക്കാർ കേൾക്കാനിടയാണ്. ഹല്ലേലൂയ. ഇതിൽ നല്ലതല്ലേ 90-ാമത്തെ വയസ്സ് മരിക്കുന്നത്? അപ്പോൾ ജീവിതത്തിൽ ഈ പാറമേൽ അടിസ്ഥാനമിട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത്, അവന്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നത് ദൈവവചനത്തിനാണ്, കർത്താവിന്റെ പ്രമാണം അനുസരിച്ച് ജീവിക്കുന്നതിനാണ്, നിത്യജീവിതത്തിന്റെ പ്രത്യാശ ഉള്ളതിനാണ്. ഹല്ലേലൂയ. ഇതിന് നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. മണൽപ്പുറത്ത് ഭവനം പണിത വ്യക്തി. മണൽപ്പുറത്ത് ഭവനം പണിത വ്യക്തിയുടെ പ്രത്യേകത എന്താണ്? മഴ പെയ്തു, വെള്ളപ്പൊക്കം ഉണ്ടായി, കാറ്റു, അത് വീണുപോയി. നിരന്തരമായിട്ട് വീഴുന്നവരുണ്ട്. നിരന്തരമായിട്ട് പാപത്തിൽ വീഴുന്നവരുടെ ഒന്നാമത്തെ പ്രത്യേകത, ഒന്ന്, ഈ പണത്തിനും സുഖത്തിനും അമിതമായ പ്രാധാന്യം കൊടുക്കുന്നവരുണ്ട്. ദൈവവചനത്തിനല്ല. അവരുടെ ജീവിതത്തിന് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്, മണലിൽ പണിയപ്പെട്ട ഭവനം എന്ന് പറയുന്നത് ദൈവവചനത്തിനല്ല, ജീവിതത്തില് സുഖഭോഗങ്ങൾക്ക് അമിതമായ പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നവർ. അവർക്കാണ് എന്നും വീഴ്ചകൾ. രണ്ടാമത്, മാനസാന്തരപ്പെടാതെ പാപത്തിൽ തന്നെ ജീവിക്കുന്നവരാണ്. ജീവിതത്തിൽ പാപത്തിൽ വീണുപോയി കരഞ്ഞു തിരിച്ചു വരുന്ന ആൾക്കാരുണ്ട്. ഇന്ന് ബൈബിളിൽ ഈശോ മലയിലെ പ്രസംഗത്തിൽ ഒരു വാക്ക് പറയുന്നു, ഇപ്പോൾ വിലപിക്കുന്നവരെ
നിങ്ങൾ എന്തിനു വേണ്ടി കരയുന്നവരാ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞു. ഈശോ മാനസാന്തത്തിന് മലയിലെ പ്രസംഗത്തിൽ പറഞ്ഞു, ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തിനോർത്ത് കരയുന്നവരാണ്? എന്തിനോർത്ത് കരയുന്നവരാണ്? ബൈബിളിൽ അത് തന്നെ തൊമ്മു പറഞ്ഞു, ഈശോയെ ഓർത്ത് കരയുന്നു. ഹല്ലേലൂയ. ഇത് പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സ്നാപക യോഹന്നാന്റെ അടുക്കൽ വന്ന് കരഞ്ഞത് ആരാണ്? സ്നാപക യോഹന്നാന്റെ അടുക്കൽ സ്നാനം സ്വീകരിക്കാൻ വേണ്ടി വന്ന് പൊട്ടിക്കരഞ്ഞ് വെള്ളത്തിൽ മുങ്ങിയവരാരാണ്? ആരാണ്? ചുങ്കക്കാരും വേശികളും. അവരെന്തിനോർത്താ കരഞ്ഞത്? ഞങ്ങൾക്ക് വീടില്ല എന്നോർത്താണ് കരഞ്ഞത്, ഞങ്ങൾക്ക് ബന്ധുക്കളില്ല, നാട്ടുകാരില്ല എന്നോർത്തിട്ടാണ് കരഞ്ഞത്. അവര് പറയുന്നത്, അവര് കരഞ്ഞത് അവരുടെ പാപങ്ങൾ ഓർത്താണ് കരയുന്നത്. ഹല്ലേലൂയ. ജീവിതകാലം മുഴുവൻ കരഞ്ഞ വിശുദ്ധരുണ്ട് പാപം ചെയ്തതിനെ ഓർത്ത്. അഗസ്തീനോസ് നല്ല കാലത്തോളം വീണ്ടും കരഞ്ഞവരുണ്ട്. പാപത്തെ ഓർത്ത് ഇപ്പോൾ കരയുന്നവരെ, കഴിഞ്ഞ കാലത്ത് ഞാൻ പാപിയായ പൗലോസ്ലീഹ തന്നെ പല പ്രാവശ്യം കരയുന്നില്ലേ? പാപികളിൽ ഒന്നാമനാണെന്ന് പറഞ്ഞ് കരയുന്നില്ലേ? ആ കണ്ണുനീര് ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടും. നമ്മുടെ പാപങ്ങൾ ഓർത്ത് കരയുന്നവര്, ഒരുപക്ഷെ നമ്മുടെ സഹനങ്ങൾ ഓർത്ത് കരയുന്നവര്, ജീവിതത്തിലെ വീഴ്ചകൾ ഓർത്ത് കരയുന്നവര്, അവർക്ക് രക്ഷപ്പെടും. ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടും. ചില സമയത്ത് പറയാ, എന്റെ ജീവിതത്തിൽ ഒത്തിരി അധികം വേണ്ടാത്ത ചിന്തകളും വിചാരങ്ങളും എന്നോർത്ത് കരയുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടും. ഹല്ലേലൂയ. അതാണ് ഈ മണലിൽ പണിയപ്പെട്ട ഭവനത്തിന് പ്രത്യേകത. ജീവിതത്തില് പാപം ചെയ്താലും അതിനെക്കുറിച്ച് ഓർത്ത് പശ്ചാത്താപമില്ലാത്ത, അനുതാപമില്ലാത്ത ആൾക്കാരുണ്ട്. പാപം ചെയ്താലും അതിനെ ഓർത്ത് കരയാത്ത ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവര് വീട് പോകും. അടുത്തത് നിത്യജീവിതത്തിന് വില കൊടുക്കാത്തവർ. ഈ ജീവിതത്തിന് വേണ്ടി എപ്പോഴും പറയുന്നൊരു വചനം, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ദൈവത്തെ സ്നേഹിക്കും. ഹല്ലേലൂയ. ഈ മണൽപ്പുറത്ത് ഭവനം പണിത അങ്ങനെയുള്ള വ്യക്തി എന്ന് പറയുന്നത്, ഒന്ന് ഈ ലോക സുഖങ്ങൾക്ക്, പണത്തിനും സുഖങ്ങൾക്കും വില കൊടുത്ത് ജീവിക്കുന്നവര്, മാനസാന്തരപ്പെടാതെ പാപത്തിൽ മുഴുകി ജീവിക്കുന്നവര്, ഈ ലോക ജീവിതത്തിന് വില കൊടുത്ത് ജീവിക്കുന്നവർ, ഇങ്ങനെയുള്ളവരെ ഏറ്റവും എളുപ്പത്തിൽ പിശാചിന് കീഴടക്കാം. ഹല്ലേലൂയ. വെളിപാടിന്റെ പുസ്തകത്തിന്റെ 12-ാമത്തെ അധ്യായത്തില് സാത്താൻ മണൽപ്പുറത്ത് തന്റെ വാസസ്ഥലം ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. അവൻ മണൽപ്പുറത്ത് തന്നെയുണ്ട്. ആരെ കീഴടക്കാൻ വേണ്ടിയാണ്? ഇങ്ങനെ വീഴാൻ തയ്യാറായി നിൽക്കുന്നവർ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് പത്രോസിനെ പോലെ, പാറ പോലെ ഉറപ്പുള്ളവരായി തീരാനാണ്. വചനം അനുസരിച്ച് ജീവിക്കാനായിട്ടാണ്, പ്രമാണം അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാണ്, നിത്യജീവിതത്തിന്റെ പ്രത്യാശയോടുകൂടി ജീവിക്കാൻ വേണ്ടിയാണ്. വളരെ പറഞ്ഞു ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ലോകത്തിന്റെ ഒരു പ്രലോഭനം നമ്മളെ കീഴടക്കരുത്. ഈ ലോകത്തിന് അനുരൂപരായി പൗലോസ് പറയുന്നില്ലേ, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. അവര് സുഖവും വിവാഹവും ആഘോഷങ്ങളൊക്കെ കണ്ട് ഇത് ഇങ്ങനെ ജീവിക്കാനായിട്ടുള്ള വിളിയല്ല. വിശുദ്ധ പൗലോസിന്റെ ഡയറിയിലെ 153-ാമത്തെ വചനം, 153-ാമത്തെ പാരഗ്രാഫ് പൗലോസിന്റെ ഡയറിയിൽ, ഒരു ദിവസം ഞാൻ 2 വഴികൾ ദർശിച്ചു. ഒന്ന് വീതി കൂടിയതും മണലും പൂക്കളും വിരിച്ചതും സന്തോഷവും സംഗീതവും എല്ലാ തരത്തിലുള്ള സന്തോഷങ്ങളും നിറഞ്ഞതുമായ വഴി. സ്വയം ആനന്ദിച്ചും നൃത്തം വെച്ചും ജനങ്ങൾ അതിലൂടെ സഞ്ചരിച്ചു. അവർ അറിയാതെ തന്നെ അതിന്റെ അവസാനത്തിലെത്തി. ആ വഴിയുടെ അവസാനത്തിൽ വലിയൊരു ഗർത്തമുണ്ടായിരുന്നു. അത് നരകത്തിന്റെ ഗർത്തമായിരുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേട്ടോ. ഒരു ദിവസം ഞാൻ 2 വഴികൾ സന്ദർശിച്ചു. ഒന്ന് വീതി കൂടിയത്, ബൈബിളിൽ ഇങ്ങനെ എഴുതിയിട്ടല്ലേ, ഇടുങ്ങിയ വാതിൽ അല്ലെ. അപ്പോൾ വിനാശത്തിലേക്കുള്ള വാതിൽ വീതി കൂടിയതും വിസ്തൃതവുമാണ്. അതിലെ കടന്നു പോകുന്നവരാണ് എല്ലാവരും തന്നെ, നല്ല ശതമാനം. ഇതുപോലെ പറയണം, വീതി കൂടിയതും മണലും പൂക്കളും വിരിച്ചതും സന്തോഷവും സംഗീതവും എല്ലാ തരത്തിലുള്ള സന്തോഷങ്ങളും നിറഞ്ഞതുമായ വഴി. നമ്മളെല്ലാവരും ഒരു നല്ല ശതമാനം ആ വഴിക്കൂടെ പൊക്കോണ്ടിരിക്കുന്നവരാണ്. വീതി കുറഞ്ഞതും വീതി കൂടിയതും സംഗീതവും ആനന്ദവും ആഘോഷങ്ങളും പരിപാടികളും ഒക്കെ ആയിട്ട് നടക്കുന്ന വഴികൾ. സ്വയം ആനന്ദിച്ചും അല്ലെ, നമ്മൾ തന്നെ എപ്പോഴും അടിച്ചു പൊളിച്ചും, എല്ലാവർക്കും ആഗ്രഹം അടിച്ചു പൊളിക്കണം. സ്വയം ആനന്ദിച്ചും നൃത്തം വെച്ചും ജനങ്ങൾ അതിലൂടെ സഞ്ചരിച്ചു. അവർ അറിയാതെ തന്നെ അതിന്റെ അവസാനത്തിലെത്തി. ആ വഴിയുടെ അവസാനത്തിൽ വലിയൊരു ഗർത്തം ഉണ്ടായിരുന്നു.
അത് നരകത്തിന്റെ ഗർത്തമായിരുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ ചിന്തിച്ചു നോക്കിക്കേ, എല്ലാ ആഘോഷങ്ങളും ഏറ്റവും വലിയ പാപത്തിൽ ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മരിച്ചാൽ ഇത് തന്നെയല്ലേ അവസ്ഥ? അല്ലേ? ശരിയല്ലേ? ഏറ്റവും പാപത്തിൽ ഇങ്ങനെ മാനസാന്തരപ്പെടാതെ നാളെ ഉണ്ട്, നാളെ ഇത് തന്നെ വേണമെന്ന് വിചാരിക്കുന്ന സമയത്ത് ഈ രാത്രി മരിച്ചാൽ ഇതല്ലേ മനുഷ്യന്റെ അവസ്ഥ? അത് നരകത്തിന്റെ ഗർത്തമായിരുന്നു. അന്ധമായി നടന്ന് ആത്മാവ് അതിൽ പതിച്ചു. ഹല്ലേലൂയ. അന്ധമായി നടന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അന്ധമായി നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിന്റെ വില തിരിച്ചറിയാതെ ശരീരത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിച്ച് അവസാനം അതിൽ പതിച്ചു. എണ്ണാൻ പറ്റാത്ത വിധം അവരുടെ സംഖ്യ വലുതായിരുന്നു. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള കുഴിക്കകത്ത് വീഴുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. എണ്ണമില്ല, അതായത് അവരുടെ സംഖ്യ എണ്ണപ്പെടുത്താൻ പറ്റത്തില്ല. മറ്റൊരു വഴി ഞാൻ കണ്ടു. അത് ഇടുങ്ങിയതും കല്ലും മുള്ളും നിറഞ്ഞതുമായ ഒരു പാതയായിരുന്നു. അതിലൂടെ സഞ്ചരിക്കുന്നവരുടെ കണ്ണുകൾ ഈറനണിഞ്ഞിരുന്നു. ഹല്ലേലൂയ. ചിലർ എല്ലാ ദിവസവും ജീവിക്കുമ്പോൾ കരയാറുണ്ട്. കണ്ണുനീരില്ലാത്ത ദിവസങ്ങളില്ല ചിലർക്ക്. കൈപ്പേറിയ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. എല്ലാ തരത്തിലുള്ള സഹനങ്ങൾക്കും അവർ ഇരയായിത്തീർന്നു. ചിലർ കല്ലിൽ തട്ടി വീണുകൊണ്ടിരുന്നു. എന്നാൽ പെട്ടെന്ന് എഴുന്നേറ്റ് വീണ്ടും നടന്നുകൊണ്ടേയിരുന്നു. ആ പാതയുടെ അവസാനം അതിമഹത്തായതും എല്ലാ തരത്തിലുള്ള ആനന്ദം നിറഞ്ഞതുമായ ഒരു ഉദ്യാനമായിരുന്നു. ഈ ആത്മാക്കൾ എല്ലാം അതിൽ പ്രവേശിച്ചു. ആ നിമിഷം തന്നെ അവർ തങ്ങളുടെ സഹനങ്ങളെല്ലാം മറന്നുപോയി. ഹല്ലേലൂയ. നിങ്ങൾ സ്വർഗത്തിൽ എത്തിച്ചെന്നു കഴിഞ്ഞാല് നിങ്ങളുടെ ജീവിത പങ്കാളി തല്ലിയതോ, നിങ്ങളെ എല്ലാവരുടെ മുമ്പ് വെച്ച് കളിയാക്കിയതോ, ജീവിതത്തിൽ ഒത്തിരി വേദനകളും സഹനങ്ങളും ഒക്കെ സഹിച്ചത് ഓർക്കുവോ? ഇല്ല, ഓർക്കുകയില്ല. കാരണം അത്രയും വലിയ സന്തോഷമാണ്. ലാസർ അബ്രാഹത്തിന്റെ മടിയിലിരിക്കുമ്പോൾ കഴിഞ്ഞ കാലം ഓർക്കുവോ? കഴിഞ്ഞ കാലം ഓർക്കുകയില്ല. കാരണം അത്രയും വലിയ സന്തോഷമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ കണ്ണുനീരിന്റെ വഴിയിൽ കൂടിയാണെങ്കിലും എല്ലാ തരത്തിലുള്ള വേദനകളും ഞെരുക്കങ്ങളും വിടാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം പ്രതികൂലമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഓരോ ദിവസവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും എല്ലാവരുടെ മുമ്പിൽ നിങ്ങൾ ഒറ്റപ്പെട്ട് തളർന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ തക്ക സങ്കടങ്ങളും ദുഃഖങ്ങളും ഉണ്ടെങ്കിലും നിങ്ങൾ ഓർത്തോളം, നിങ്ങൾ ഇതങ്ങനെ അവസാനം എത്തിക്കഴിഞ്ഞാൽ എത്തുന്നത്, നിങ്ങൾ നടന്ന് എത്തുന്നത്, പോകുന്ന വഴിയിൽ കണ്ട് നമ്മൾ വായിച്ചു പല പ്രാവശ്യം വീണു, പിന്നെ എഴുന്നേറ്റ് നടക്കും. ഇങ്ങനെ നടന്ന് അവസാനം നിങ്ങൾ ചെന്നെത്താൻ പോകുന്നത് എവിടെയാണ്? വലിയ സന്തോഷത്തിന്റെ ഉദ്യാനത്തിലാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് ഞെരുക്കത്തിന്റെയും കഷ്ടതയുടെയും സഹനങ്ങളുടെയും തിക്താനുഭവങ്ങളുടെയും ഒറ്റപ്പെടലിന്റെയും വേദനകളുടെയും വഴിയിൽ കൂടെ നടന്ന് ഓരോ നിമിഷവും നിങ്ങളുടെ ഇന്നത്തെ ജീവിതം ഓർത്ത് വളരെയധികം മാനസികവും ശാരീരികമായി വേദന അനുഭവിച്ച് മുന്നോട്ട് പോയി അവസാനം എന്തിനാ ഇങ്ങനെ ഒരു ജീവിതം എന്ന് വിചാരിച്ച് മുന്നോട്ട് പോയി എത്തുന്നത് എവിടെയായിരിക്കും? സന്തോഷം നിറഞ്ഞ ഉദ്യാനത്തിലായിരിക്കും. ഹല്ലേലൂയ. നേരെ ഓപ്പോസിറ്റ് കണ്ടില്ലേ? ഇതുപോലെ അടിച്ചുപൊളിച്ച് ജീവിച്ച് എന്നും ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്ന് വിചാരിച്ച് നാളെ ഇതുപോലെ അടിച്ചുപൊളിച്ച് എല്ലാ തരത്തിലുള്ള പാപത്തിൽ മുഴുകി എനിക്ക് എല്ലാ ദിവസവും തിന്നുകുടിച്ച് ആനന്ദിക്കാം, ഒന്നും ഭയപ്പെടേണ്ട, അത് ബൈബിളിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. ഇങ്ങനെ നീ മുന്നോട്ട് പോയി അവസാനം ഒരു വീഴ്ചയുണ്ട്. അവസാനത്തെ ഒരു വീഴ്ച എന്ന് പറഞ്ഞാൽ അതിന്റെ വീഴ്ച വലുതായിരുന്നു എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ആ വീഴ്ച എന്ന് പറയുന്നത് നിന്റെ സന്തോഷങ്ങൾ അവസാനിക്കാനുള്ള ഒരു വീഴ്ചയാണ്. ഹല്ലേലൂയ. നമ്മുടെ സന്തോഷങ്ങൾ അവസാനിക്കാനുള്ളതല്ല, നമ്മുടെ സങ്കടങ്ങൾ അവസാനിച്ച് സന്തോഷിക്കാനുള്ളവരാണ്. ഏതാണ് ഏറ്റവും നല്ലത്? ഇന്ന് സന്തോഷിച്ച് എല്ലാം തീർന്ന് പിന്നീട് ജീവിതകാലം മുഴുവൻ വേദനിക്കുന്നതാണോ? ഇന്ന് വേദനിച്ച് അവസാനം ജീവിതകാലം മുഴുവൻ സന്തോഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഹല്ലേലൂയ. നമ്മൾ ആത്മശോധന ചെയ്യണം. ഇന്ന് സന്തോഷിച്ച് എല്ലാം തീർന്ന് നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ട് ദുഃഖിക്കുന്നതാണോ? ഇന്ന് ഒത്തിരി വേദനകളിലൂടെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നുപോയി അവസാനം ജീവിതകാലം മുഴുവൻ സന്തോഷിക്കുന്നതാണോ വലുതെന്ന് ആത്മശോധന ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ.